ഇപ്പോൾ വിസിറ്റിംഗ് വിസയിലാണ് ഫസ്റ്റ് യു എയിൽ വരുന്നത്. ഞാനൊക്കെ അങ്ങനെ വരുന്നത്. അപ്പോൾ വിസിറ്റിംഗ് വിസയിൽ വന്ന ആൾക്കൂടെ ബിസിനസ് ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വിസിറ്റ് വിസയിൽ വരുന്ന സമയത്ത് ബിസിനസ് തുടങ്ങാനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങൾ 5 വർഷത്തേക്കുള്ളൊരു മൾട്ടി എൻട്രി വിസ എൻ്റെ അൽഹംദുലില്ലാ കയ്യിലുണ്ട്. അതിൻ്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ദുബായിലെത്തി. അപ്പോൾ ഞാൻ വിസിറ്റിംഗ് വിസയുമായി ബന്ധപ്പെട്ട് അവിടെ വരികയാണ്. എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡാമേജ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് ഉണ്ടായി എന്ന് വിചാരിക്കാം. അപ്പം ഞാൻ വിസിറ്റിംഗ് അല്ലേ, എനിക്ക് തിരിച്ച് പോരാം എന്നുള്ളൊരു ഇതിൽ അങ്ങനെ പോരാൻ പറ്റുമോ? അതിനങ്ങനെ നൂലാമലകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. കഴിഞ്ഞ് വരുന്നവർ, ഈ BDS കഴിഞ്ഞ് വരുന്നവരൊക്കെ ജോബ് കിട്ടാൻ ചെറുതായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന എൻ്റെ അനുഭവത്തിലുണ്ട്. നമ്പർ ഓഫ് ആളുകൾ കൂടുതൽ വരുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ അവർ എപ്പോഴും ഇവിടുന്ന് തന്നെ നല്ലൊരു മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വളരെ സന്തോഷം. റിയാസ് ബായുമായിട്ടുള്ളൊരു ഗൾഫിൽ ബിസിനസ് ചെയ്യുന്ന അതിൻ്റെ സാധ്യതകളും അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസും അതിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പ്ലേലിസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഒരു കോമൺ ആളുകൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു കണ്ടൻ്റ് ആകട്ടെ. ഇപ്പോൾ വിസിറ്റിംഗ് വിസയിലാണ് ഫസ്റ്റ് യു എയിൽ വരുന്നത്. ഞാനൊക്കെ അങ്ങനെ വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ സാധ്യതകൾ എപ്പോഴും തിരയാറുണ്ട് അല്ലേ? അപ്പോൾ വിസിറ്റിംഗ് വിസയിൽ വന്ന ആൾക്കൂടെ ബിസിനസ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ആണല്ലേ. വിസിറ്റ് വിസയിൽ വരുന്ന ആളുകളാണ് കൂടുതലും നമുക്ക് ബിസിനസ് എൻക്വയറി ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ. 2 തരത്തിലുള്ള, നമുക്ക് യു എയിൽ തന്നെ ബിസിനസ് ചെയ്യുന്ന, ജോലി എടുക്കുന്ന ആളുകൾ, അതുപോലെ പിന്നെ അവരുടെ ഭാര്യമാരുടെ പേരിൽ തുടങ്ങുന്ന സ്ഥാപനം, അങ്ങനെ പല എൻക്വയറി വരും. പക്ഷെ കൂട്ടത്തിൽ നോക്കിയാൽ തീർച്ചയായിട്ടും വിസിറ്റ് വിസയിൽ വരുന്നവരുടെ എൻക്വയറീസാണ് നമുക്ക് കൂടുതൽ. അതൊരു പക്ഷേ നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൊണ്ടായിരിക്കാം. ഒരു ഫോറിൻ കൺട്രീസിലാണ് കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഈ വിസിറ്റ് വിസയിൽ വരുന്ന ജോലിക്കാരുടെ കാര്യമാണോ ഇപ്പോൾ അതൊക്കെ ചോദിച്ചത്, അല്ല ബിസിനസ്സുകാരുടെ കാര്യമാണ്? വിസിറ്റ് വിസയിൽ വരുന്ന ബിസിനസ്സുകാർക്ക് ആർക്കും ആകാമല്ലോ. അതെ അതെ. അവരെ സംബന്ധിച്ച് ഇയാൾ ഒരു ഗസ്റ്റ് ഒരു വിസിറ്റിംഗ് വിസയിൽ വന്നിട്ടാണല്ലോ യു എ കൺസിഡർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അല്ലേ? അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വിസിറ്റ് വിസയിൽ വരുന്ന സമയത്ത് ബിസിനസ് തുടങ്ങാനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങൾ എൻക്വയറി ഒക്കെ എടുത്തിട്ട് വന്നാൽ, ഓരോ ദിവസവും നമുക്ക് എക്സ്പെൻസ് ഉണ്ടല്ലോ, ഹോട്ടലായിട്ടും അല്ലെങ്കിൽ മറ്റു ഭക്ഷണമൊക്കെ ആയിട്ടൊക്കെ യു എയിലൊക്കെ എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനെന്നല്ല, ആരെ വേണമെങ്കിലും ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടി കൺസൾട്ടൻറ്റിനെ നിങ്ങൾ വിളിച്ച്, ഇപ്പോൾ ഒക്കെ സൂം മീറ്റിംഗ് പോലെ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ടീംസിലൊക്കെ നമുക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ നമുക്ക് അത്രയും ദിവസം സേവ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, വരുമ്പോൾ ഈ വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഒക്കെയാണ് ആളുകൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഈ ഒരു 2 ദിവസം ലീവ് നഷ്ടപ്പെട്ടു പോകും, ശനി ഞായർ. അപ്പോൾ ഒരു ഞായർ രാത്രിയൊക്കെ വന്ന് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം, ഞാൻ ബിസിനസ്സുകാരുടെ കാര്യം പറയുന്നത്, വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ അവർക്ക് ഉണ്ടാവുള്ളൂ. ഇവിടെ ഓൾറെഡി വെള്ളിയാഴ്ച പോകണ്ട, നിങ്ങൾ ഞായറാഴ്ച വന്നാൽ മതി എന്നാണ് റിയാസ് പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് സേവ് ചെയ്യാവുന്നുള്ളത് പറയുന്നത് മാത്രം. മനസ്സിലായി. മറ്റൊന്ന്, നിങ്ങൾ ഏത് എമിറേറ്റിലാണ് വിസ എടുക്കുന്നത് എന്നുള്ളത് നോക്കുക. അതുപോലെ എക്സിറ്റ് ആവുന്ന സമയം നോക്കുക കൃത്യമായിട്ട്. പിന്നെ അവിടെ വന്നിട്ട് എല്ലാവരും ഷോപ്പിങ്ങിന് പോകുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷെ അതിന് ബില്ലെടുത്തിട്ട് വാറ്റ് തിരിച്ചെടുക്കാൻ പറ്റുന്നതിനെ കുറിച്ചിട്ട് വലിയ ധാരണ ഉണ്ടാവില്ല. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ വിസിറ്റിംഗ് വിസയിൽ വന്ന് ദുബായിൽ പോയിട്ടൊരു 35,000 രൂപയുടെ സാധനങ്ങൾ, എന്തായാലും സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് വാറ്റായിട്ട് അല്ലേ? അതെ, നമുക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റും. അത് ഓൾറെഡി വിസിറ്റിംഗ് വിസയിൽ ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലേ? അത്രയുള്ളൂ. നിങ്ങൾ റെസിഡൻസി അല്ലേ? നിങ്ങൾക്ക് പറ്റില്ലല്ലോ. ഇല്ല, നമുക്ക് പറ്റില്ല. റെസിഡന്റ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ പെർമനന്റ് ആണ്. പിന്നെ മറ്റൊന്ന്, നിങ്ങൾക്ക് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് വരാന്നുള്ളതാണ്. ഈ ഇപ്പൊ കൊച്ചിയിലൊക്കെ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് ചെയ്ത് കിട്ടുന്ന സൗകര്യങ്ങളുണ്ട്. അവിടെ വണ്ടി ഓടിക്കാം വിസിറ്റ് വിസയുള്ള ഒരാൾക്ക്. റെസിഡൻസ് വിസ എടുത്തു കഴിഞ്ഞാൽ പിന്നെ റെന്റ് കാർ തരില്ല. പക്ഷെ വിസിറ്റ് വിസയിലുള്ള ഒരാൾക്ക് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് വന്നാൽ അവിടെ റെന്റ് കാർ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് റെന്റ് കാർ എടുത്ത് ഓടിക്കാനൊക്കെ പറ്റും. നല്ല കോൺഫിഡൻസ് ഉള്ള ഒരാളാണെങ്കിൽ, ഇവയിൽ ഓടിക്കാൻ കാണിക്കുന്ന ഒരാളാണെങ്കിൽ നല്ലതായിട്ട് അങ്ങനെയൊക്കെ എടുത്ത് ഓടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഈ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ വിസിറ്റിംഗ് വിസയുമായി ബന്ധപ്പെട്ട് അവിടെ വരികയാണ്. എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡാമേജ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് ഉണ്ടായി എന്ന് വിചാരിക്കാം. അപ്പം ഞാൻ വിസിറ്റിംഗ് അല്ലേ, എനിക്ക് തിരിച്ച് പോരാം എന്നുള്ളൊരു ഇതിൽ അങ്ങനെ പോരാൻ പറ്റുമോ? അതിനങ്ങനെ നൂലാമലകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. നിങ്ങളുണ്ടാക്കുന്ന ഡാമേജിനനുസരിച്ചിരിക്കും. നമ്മൾ ഈ ഒരു രാജ്യത്ത് ചെന്ന് ഇറങ്ങാൻ നേരത്തെ, അത് വിസിറ്റിലായാലും മറ്റെന്തിലായാലും അവിടുത്തെ നിയമം പാലിക്കപ്പെടേണ്ടതുണ്ടല്ലോ. തീർച്ചയായിട്ടും. ആ നിയമം ദുബായിയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രിക്റ്റ് ആണെങ്കിൽ കൂടിയിട്ടും നമ്മൾ വളരെ ഫ്രീഡം അനുഭവിക്കുകയും ചെയ്യുന്ന രാജ്യമാണ്. ഒരേ സമയം നമുക്ക് നിയമം പാലിക്കണം എന്ന ഫ്രീഡം ഉണ്ട്, ഭയങ്കര ഫ്രീഡം ഉണ്ട്. അത് വലിയൊരു സംഭവമാണ്. അത് അതെ.
മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ ഇടപെടരുത്. നമ്മൾ ഈ ഫാമിലി ആയിട്ടൊക്കെ ദുബായിൽ പോയി ജീവിക്കുന്ന ആൾക്കാർ പിന്നീട് അവരുടെ പിന്നെ ഫാമിലി തിരിച്ചയക്കാൻ ബുദ്ധിമുട്ടാവുന്നത് ഈ ഭാര്യയ്ക്കും കുട്ടികൾക്കൊക്കെ ദുബായിൽ ഇഷ്ടപ്പെട്ടു പോകുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ സേഫ്റ്റി. അതെ 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 വളരെ പിന്നെ സെക്യൂർഡാണ്. രാത്രി 12 മണിക്കൂർ 1 മണിക്കൂർ 2 മണിക്കൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ ഈ വിസയുടെ അത് വിസിറ്റ് വിസ വരുന്നവർക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റും. എത്ര സെക്യൂർഡാണ്. നിങ്ങൾ 2 മണിക്കോ 3 മണിക്കോ. അത് മാത്രമല്ല ഫുഡ് വിസിറ്റ് വിസ വരുന്നവരോട് പറയുന്ന കാര്യം, നിങ്ങൾ ഫുഡ് എൻജോയ് ചെയ്യണം. UAE ദുബായ് പോലൊരു നഗരത്തിൽ വന്നു കഴിഞ്ഞാൽ അതിന് സിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിറ്റി ഓഫ് ഗോൾഡ് എന്ന് പറയും. അതോടൊപ്പം ഞാൻ പറയും സിറ്റി ഓഫ് ഫുഡ്. അത് അത്രയും ഓപ്ഷൻസാണ്. നിങ്ങൾ കേരള ഫുഡ് നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ ദുബായിലേക്ക് വരുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോസൊക്കെ കാണാം. അതിന് കാരണം ഇവിടെയുള്ള നല്ല ഷെഫുമാരൊക്കെ എടുത്ത് അവിടെ കൊണ്ടുപോയി പറിച്ചു കട്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള കേരള ഫുഡും ഓപ്ഷൻസും ഒക്കെ കിട്ടും. ഞാൻ ഇതിനകത്ത് വിസയുടെ കേസ് പറയുമ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. എനിക്ക് ദുബായിൽ പോകാനായിട്ട് നമ്മളിപ്പോൾ ഇടയ്ക്ക് വന്ന് പോകുന്നുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ വിസിറ്റിങ്ങിലാണ് വന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എനിക്കൊരു വിസ വേണം. അപ്പോൾ എനിക്ക് വിസ എന്ന് വെച്ചാൽ എനിക്ക് ഗോൾഡൻ വിസ ഇല്ല. ഞാൻ അതിന് എഫേർട്ടും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഇതിൻ്റെ വിസയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു വിസയുടെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യണം. അതായത് ഒരു മൾട്ടി എൻട്രി വിസ, 5 വർഷത്തേക്കുള്ളൊരു മൾട്ടി എൻട്രി വിസ എൻ്റെ അൽഹംദുലില്ലാഹ് കയ്യിലുണ്ട്. അതിൻ്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ദുബായിലെത്തി 90 ദിവസം വരെ എനിക്ക് അവിടെ നിൽക്കാം. 91ാമത് ദിവസം ഞാൻ ഒന്ന് എക്സിറ്റ് ആയിട്ട് എനിക്ക് പിന്നെയും പോകാം. അതിന് എനിക്ക് ചിലവ് വന്നത് 1,20,000 രൂപയാണ് ചിലവ് വന്നത്. ഞാൻ അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വേറെ ഇൻഫർമേഷൻ, 5 വർഷം കഴിയുമ്പോൾ അതിൻ്റെ 70,000 രൂപ എനിക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. അതാണ് ഞാൻ അതിൻ്റെ വിസയെക്കുറിച്ച് പഠിച്ചപ്പോൾ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു സ്ഥിരമായിട്ട് വിസിറ്റിങ്ങിന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഹെൽപ്ഫുള്ളാകും. കാര്യം വല്ലപ്പോഴൊക്കെ പോകണമെങ്കിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇന്ന് വേണമെങ്കിൽ ഇന്ന് പോകാം, നാളെ വേണമെങ്കിൽ നാളെ പോകാം. ആ രൂപത്തിലേക്ക് വരുന്ന 5 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസയുടെ ഒരു കാര്യം ഞങ്ങളുടെ കമ്പനി അത് ചെയ്യുന്നില്ല. അത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞു. നല്ല എക്സ്പീരിയൻസ് ആണ്. അത് കിട്ടിയെന്നുള്ളത് കൺഗ്രാജുലേഷൻ. കാരണം അത് അത്ര പെട്ടെന്ന് കിട്ടുന്നില്ല, ആർക്കും കിട്ടുന്നില്ല, അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക്. ആൾക്കാർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെ അത് കാരണം അത് ചെറിയ പ്രോസസ്സിലൂടെയാണ് പോകുന്നത്. വളരെ കൃത്യമായി നോക്കിയിട്ടൊക്കെയാണ്. വളരെ വാരിക്കോരി കൊടുക്കുന്നില്ല എന്നർത്ഥം. കൊടുക്കുന്നില്ല. അതെ അതെ. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവരും ഓപ്ഷനിലേക്ക് പോകുന്നതിൻ്റെ ഒരു. അപ്പോൾ ഇവിടെ വിസിറ്റ് വിസയും റെസിഡൻസ് വിസയും തമ്മിലുള്ള വ്യത്യാസം, ഈ 5 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് കിട്ടി. പക്ഷെ അവിടെ നിങ്ങൾ റെസിഡന്റ് അല്ല. അതുകൊണ്ട് തന്നെ റെസിഡന്റിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഈ പതൊക്കെ കിട്ടില്ല. ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക, ഓപ്പറേറ്റ് ചെയ്യുക, അതുപോലൊക്കെയുള്ള കാര്യങ്ങൾ, ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ എടുക്കുക, ഇത്തരം ഓപ്ഷൻസ് ഒന്നും അതിൽ വരില്ല, ടൂറിസ്റ്റിൽ വരില്ല. പക്ഷെ താങ്കളെ പോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം വന്ന് വരാം, അവിടെ ആളുകൾ മീറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് UAE ഏറ്റവും വലിയ ബിസിനസ്മാൻ മലയാളിയൊക്കെ ആയിട്ടുള്ള യൂസഫ് അലിഖാനെ വരെ നിങ്ങൾ എത്രയോ തവണ അദ്ദേഹം വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് പോകുമ്പോഴേ ഇവർ നമ്മളോട് ചോദിക്കുമല്ലോ, ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും, അല്ലേ? അപ്പോൾ അവിടെയും ഒരു ബിസിനസ് ഉണ്ട്, അല്ലേ? അതെ. ഹോട്ടൽ ഇൻഡസ്ട്രി ഒരു വലിയ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം. അതെ, ആൽക്കഹോളിലുള്ള നോൺ ആൽക്കഹോളിലൊക്കെ ഹോട്ടലുകൾ എത്രയോ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. റിയൽ എസ്റ്റേറ്റ് ആണ് വലിയൊരു ബിസിനസ്. റിയൽ എസ്റ്റേറ്റ് വലിയൊരു ബിസിനസ്സാണ്. ടൂറിസം വലിയൊരു ബിസിനസ്സാണ്. 18 മില്യൺ ടൂറിസ്റ്റുകളാണ് ഒരു വർഷം കഴിഞ്ഞ ഇതിലെ കണക്ക് പ്രകാരം വന്നത് UAE-യിലേക്ക്. ടൂറിസ്റ്റുകൾ. പക്ഷെ അവിടെ വേറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ ടൂറിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് വിസ വരുന്ന ആളുകളാണ്. അതൊരു വലിയൊരു പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെയുള്ള ജോലി അന്വേഷിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. ഒരു ദിവസം കൊച്ചിയിൽ തന്നെ എത്ര ഫ്ലൈറ്റ് പോകുന്നു. അപ്പോൾ ഓരോ ഡെസ്റ്റിനേഷനിലേക്ക് UAE-യിൽ ഇന്ത്യയിൽ ഈ കേരളം എന്ന് പറഞ്ഞ കൊച്ചു സംസ്ഥാനത്ത് 4 ഇന്റർനാഷണൽ എയർപോർട്ടുകളിൽ നിന്ന് എത്ര ഫ്ലൈറ്റ് പോകുന്ന അറിയാം. ഈ ഓരോ ഫ്ലൈറ്റുകളിലും എത്രയോ ജോലി അന്വേഷകരായിട്ടുള്ളതും ബിസിനസ് തുടങ്ങാനുള്ള വിസിറ്റ് വിസക്കാരുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവരെല്ലാം വന്നിറങ്ങുന്നു, അവരെല്ലാം സ്വീകരിക്കുന്ന ഒരു രാജ്യം, അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു രാജ്യം. നമ്മളിവിടുന്ന് എയർപോർട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ വിസിറ്റിങ്ങിനാണെന്ന് ആളുകൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ ജോബ് അന്വേഷിച്ച് വരുന്ന ആൾക്കാരുടെ ഞാൻ ഒരു ചെറിയൊരു ഇത് പറയുന്നത്, പ്രത്യേകിച്ച് അവിടെ ഈ BTech കഴിഞ്ഞ് വരുന്നവർ, ഈ BDS കഴിഞ്ഞ് വരുന്നവരൊക്കെ ജോബ് കിട്ടാൻ ചെറുതായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന എൻ്റെ അനുഭവത്തിലുണ്ട്. നമ്പർ ഓഫ് ആളുകൾ കൂടുതൽ വരുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ അവർ എപ്പോഴും ഇവിടെ നിന്ന് തന്നെ നല്ലൊരു കൺസൾട്ടൻസി ഫേമിനൊക്കെ കണ്ടെത്തിയിട്ട് UAE-യുടെ ലിസ്റ്റൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. നല്ല ജോബ് കൺസൾട്ടൻസിയൊക്കെ കൊടുത്തിട്ട് അവർ ആദ്യമേ ഒരു തയ്യാറെടുപ്പോട് വരുന്നതല്ലേ. പിന്നെ ഈ ഇവിടെ നിന്നുള്ള യങ്സ്റ്റേഴ്സിനോട് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് പോകുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു അവസരം കിട്ടിയോണ്ട് പറയാണ്, ഒരു ആയുർവേദ തെറാപ്പിസ്റ്റ് ദുബായിൽ വന്നിട്ട് ആ മെഡിക്കൽ, അതായത് ഈ അതോറിറ്റിയുടെ DHA അല്ലെങ്കിൽ MOH-ന്റെ സർട്ടിഫിക്കറ്റ് നേടിയാൽ ബേസിക് സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് 7,500 ദിർഹംസ് ആണ്. 1.5 ലക്ഷം രൂപയാണ് കിട്ടുന്നത്.
ഇതിലേക്ക് എത്തണമെങ്കിൽ ഒരു MBA-കാരനോ അല്ലെങ്കിൽ അക്കൗണ്ടൻ്റൊക്കെ ആയിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കിട്ടും. പക്ഷെ ഒരു ഫ്രഷറായിട്ട് വരുന്നൊരു ആളെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കും സാധാരണ ഒരു കമ്പനിയിൽ. പക്ഷേ തെറാപ്പിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്, അപ്പോൾ ഞാൻ +2 കഴിഞ്ഞിട്ടൊക്കെ ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ SSLC കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഡയമണ്ട് കട്ടിങ് പോളിഷിങ് ഗ്രേഡിങ് ഒക്കെ സൂറത്തിലൊക്കെ കോഴ്സസ് ഉണ്ട്. നല്ല സാലറിയാണ് അവിടെ വരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള കോഴ്സുകൾ, ഞാനൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് അല്ല, എനിക്ക് അതിനകത്ത് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ ടാലന്റ് ആയിട്ടുള്ള ആളുകൾ അല്ലേ? അതെ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ദുബായിലൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നത് ഇപ്പോൾ ഓൺലൈൻ മീഡിയ ഡെവലപ്പായപ്പോൾ വീഡിയോഗ്രാഫേഴ്സിനും എഡിറ്റേഴ്സിനും അല്ലെ ഭയങ്കര സാധ്യതയാണ് അല്ലെ. നല്ല മാത്രമല്ല ബിസിനസ്സുകാർ തന്നെ സ്വന്തമായിട്ട് PR നോക്കാൻ വേണ്ടിയിട്ട് പേഴ്സണൽ ബ്രാൻഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വീഡിയോഗ്രാഫേഴ്സിനെ കൊണ്ടു നടക്കുന്നവരെ ഒരുപാട് ഞാൻ കാണുന്നുണ്ട്. എഡിറ്റ് ചെയ്യാനും കഴിവുള്ള എടുക്കാനൊക്കെ ആയിട്ടുള്ള ആ രീതിയിലേക്ക് വന്നു മനസ്സിലായി. അപ്പം അതിനൊക്കെ എല്ലാം സാധ്യതയുണ്ട്. അപ്പം എന്നാലും നമ്മുടെ ആളുകളൊക്കെ ഒരു തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ പൂർണ്ണമായിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ കയറിയിരിക്കണം. അപ്പോൾ എന്നാൽ റിയാസ് വളരെ സന്തോഷം. നിങ്ങൾ ബിസിനസ്സുകാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉപരി കോമൺ ആളുകൾക്ക് വേണ്ട കാര്യങ്ങളും ഇതിൽ ഡിസ്കസ് ചെയ്യാൻ വളരെ സന്തോഷം. എല്ലാവിധ ആശംസകളും കാണാം. താങ്ക് യു.